ശാന്തിഗിരി ആശ്രമം കോഴിക്കോട്. പക്ഷേ ഞാനിത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സീനറി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സ് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റിയത്, നമുക്കവിടെ പോയി ഒന്ന് ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളുള്ള ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ് ജസ്റ്റ് എന്തെങ്കിലും ഒരു നിയോഗം വെച്ചിട്ട് അവർക്ക് റൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ക്രൗഡഡാണ്. ഈ 24 hours ഇങ്ങനെ ആളുകൾ, ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറി വരുന്നു കാണാനായിട്ട്. അപ്പോൾ ഈ ഇഷ്ടംപോലെ ആളുകൾ ഓവർ ക്രൗഡഡായിട്ട് വരുമ്പോഴത്തേക്ക് പ്രധാന പ്രശ്നം എല്ലാവരും ഫോണും പിടിച്ച് ഇങ്ങനെ കറങ്ങിയേക്കുക. നമ്മൾ ഒരു മെഡിറ്റേഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി വൈബ് അവിടെ നഷ്ടപ്പെടുന്നു. എല്ലാവരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. എല്ലാവരും മനസ്സിലായോ, ആളുകൾ മൊത്തം ഇടിച്ചു കയറി വരുന്നതിൻ്റെ ഒരു ന്യൂനത ഇവിടെ ഉണ്ട്. പക്ഷേ ഏരിയ എല്ലാം നല്ല രസമാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി ഒരു ഫെസിലിറ്റീസ് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ഫെസിലിറ്റീസൊക്കെ വെക്കാമെങ്കിൽ കുറച്ച് കച്ചവടക്കാർക്കൊക്കെ അവിടെ വരാമെങ്കിൽ, അവിടെ ടീം സ്നാക്സും ഒക്കെ കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്, ഓക്കെ തന്നെ. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറും ഉണ്ട് അവിടെ. പക്ഷേ കുറച്ചുകൂടി സാധനങ്ങൾ ഒരു ഗെറ്റപ്പ് എടുത്തിയാണെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട്ലി കുറച്ചുകൂടി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി വൈബ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കൊച്ചു പിള്ളേർക്ക് അവിടെ മണലിൽ നിന്ന് കളിക്കാനൊക്കെ പറ്റും, അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, മെഡിറ്റേഷൻ ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒരു 6 മണി ടൈം, 6:30 കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈറ്റിംഗ് വരും. ലൈറ്റിംഗ് വരുമ്പോൾ കുറച്ചുകൂടി ഇതാണ്, നല്ല രസമാണ്, കണ്ണിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു അഴകുള്ളൊരു പ്രദേശമാണ്. പിന്നെ കാരണം ഒരു മലയുടെ മേളിലായതുകൊണ്ട് അതിൻ്റെ വ്യൂവും കൂടി നമുക്ക് കിട്ടും. നമുക്ക് ഒരു വട്ടം പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ അല്ലേ, ഫുൾ ടൈം ഇടിച്ച് കയറി എൻ്റെ മേളിലങ്ങ് നിൽക്കും. ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ വരുന്നവൻ്റെ മൂടും പോകും. അല്ലാതെ കുറേ ആൾക്കാർ കുറേ ചായക്കടയിലോട്ടൊരു കുറച്ച് തെള്ളുണ്ട്. ടോട്ടലി നമുക്ക് ഒരു വട്ടം പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സാധനം അല്ല. വലിയ ഒരു എനിക്കതൊന്നും തോന്നിയിട്ടില്ല. ഒരു വട്ടം ഞാൻ 2 ട്രിപ്പ് പോയിട്ടുണ്ട്. 2 ട്രിപ്പും ഞാൻ പറഞ്ഞില്ലേ ഓവർ ക്രൗഡഡ് കാരണം തിരിച്ചു പോരുന്നു.